താന്ത്രിക വിധി പ്രകാരം പറയുമല്ലോ, ഈ തന്ത്രസമുച്ചയം കേട്ടിട്ടുണ്ടല്ലോ. തന്ത്രസമുച്ചയം എഴുതുന്നത് ഏത് വർഷ? തന്ത്രസമുച്ചയം ഒരു മിത്തല്ല. തന്ത്രസമുച്ചയം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണം, പൂജാ വിശ്വാസ പ്രമാണം എഴുതുന്നത് എപ്പോഴാണെന്നറിയാമോ? 14-ാം നൂറ്റാണ്ടിലാണ്. ഡോക്ടർ അരുൺകുമാർ, എല്ലാ മതവിശ്വാസങ്ങളുമായും ബന്ധപ്പെട്ടും നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത വിശ്വാസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ യേശുക്രിസ്തു കടലിന് മുകളിലൂടെ നടന്നു എന്ന് കഥയുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു എന്ന കഥയുണ്ട്. നമുക്ക് അങ്ങനെ വിശ്വാസങ്ങളെ അളക്കാൻ കഴിയില്ല. എനിക്ക് നിർബന്ധമല്ല, ഞാനത് കാഴ്ചപ്പാടിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞതാണ്. മിത്തായിട്ടും ഹിസ്റ്ററി ആയിട്ടും കാണൂ, ചരിത്രത്തെ ചരിത്രമായിട്ട് കാണൂ. ഇതിന് രണ്ടിനും വിശ്വാസം, അതിന്റെ രണ്ടിന്റെയും അപ്പുറത്താണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, വിശ്വാസികൾ തങ്ങൾ വിചാരിക്കുന്നതെല്ലാം ഒരു മിത്താണ് എന്ന് വിചാരിക്കുന്നില്ല. ഞാനിപ്പോ വിശ്വസിക്കുകയാണ്, പണ്ട് ബന്ദാക്ഷ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിന് പുറത്തൊരു കപ്പ് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശം കൂടി ഇവിടുത്തെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ നോക്കൂ, അത് വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും സയന്റിഫിക് ടെമ്പർമെന്റിന്റെ ഉത്തരവാദിത്വവും അതേ ഭരണഘടന നൽകുന്നു. തീർച്ചയായും. പക്ഷേ വിശ്വാസത്തെ എതിർത്ത് സംസാരിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നില്ല. വിശ്വാസത്തെ എതിർത്ത് സംസാരിക്കാം എപ്പോ? ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 25 പ്രകാരം അത് മനുഷ്യാവകാശത്തിൽ അല്ല, ഇതിപ്പോ ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് എന്ത് മനുഷ്യാവകാശ ലംഘനമാണ്? അതാണ് ഞാൻ പറയാൻ വരുന്നത്. കേട്ടോളൂ. അപ്പൊ ചരിത്രത്തിന് വിരുദ്ധമാണ് ഈ താഴമൺ തന്ത്രി കുടുംബത്തിന്റെ മിത്തിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ വാദം. അതിന്റെ രണ്ടാമത്തെ തെളിവ് പറയാം. മാധു പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണങ്ങളും പൂജയും ഒക്കെ രേഖപ്പെടുത്തിയ തന്ത്രസമുച്ചയം എഴുതുന്ന ചേന്നാസ് തന്ത്രസമുച്ചയത്തിൽ താഴമൺ കുടുംബത്തെക്കുറിച്ച് പരാമർശമില്ല. എന്താ താഴമൺ കുടുംബത്തെക്കുറിച്ച് പരാമർശമില്ലാതെ പോയത്? 14-ാം നൂറ്റാണ്ടിൽ താഴമൺ കുടുംബം ശബരിമലയിൽ പൂജ ചെയ്തിരുന്നു എന്നുള്ളതിന് ഒരു പരാമർശവും ഈ പറയുന്ന തന്ത്രസമുച്ചയത്തിലില്ല. അപ്പോൾ BC 100 എന്നുള്ളൊരു കാലഘട്ടം അവിടെ നിൽക്കുന്നു. ഇനി ചരിത്രമുണ്ട്. ചരിത്രം നമുക്ക് പറഞ്ഞു പോവാം. 1902 ശബരിമലയിൽ തീപിടിച്ചു. ചരിത്രമാണ്, വിശ്വാസവും മിത്തമല്ല. 1902 തീപിടിച്ചതിന് ശേഷം അതിന് പുനഃപ്രതിഷ്ഠ നടക്കുന്നുണ്ട്. പ്രഭാകർ കണ്ടർ എന്ന് പറയുന്ന താഴ്മൺ കുടുംബത്തിലെ മുതിർന്ന തന്ത്രിയാണ് ആദ്യത്തെ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. അതിനുശേഷം 1950 വീണ്ടും തീപിടിക്കുന്നു. 1950 ആകുമ്പോഴേക്കും പക്ഷേ നോക്കൂ, അത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് ഒരു കവനന്റ് വഴി അത് സ്റ്റേറ്റിൻ്റെ ഭാഗമായി മാറി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാവുന്നു. എപ്പോൾ? 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് വർഷിപ്പ് ആക്ട് അനുസരിച്ച്. അങ്ങനെയാ നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. എങ്ങനെ? കൃത്യമായ കവനന്റിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രഭരണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പൂജാവിധിയാണെങ്കിൽ തന്ത്രസമുച്ചയ പ്രകാരം. അപ്പോൾ ഈ രേഖകളിലൊന്നും നിങ്ങളെ കാണാൻ സാധിക്കില്ല ഈ താഴ്വൺ തന്ത്രി കുടുംബത്തെ. പക്ഷേ കൺവെൻഷൻ അവിടെയുണ്ട്. ആ കൺവെൻഷൻ തുടങ്ങുന്നത് 1902 പ്രഭാകർ കണ്ടർ, രണ്ടാമത് തീപിടിക്കുന്ന 1950 ശങ്കർ കണ്ടർ രണ്ടാമത്തെ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. അത് പഞ്ചലോഹ വിഗ്രഹം. ഇപ്പോൾ നമ്മൾ കാണുന്ന ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം. ഇതാണ് അതിൻ്റെ ചരിത്രം. അതിനും അപ്പുറത്തേക്കുള്ളൊരു ചരിത്രം ഈ കുടുംബത്തിനില്ല എന്നുള്ളതാണ്. അഥവാ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒന്നിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല.